ഫ്ലേവേഴ്സ് ഫ്രം ഹോമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ചെമ്മീനും തൂരപ്പരിപ്പും കൂടി അരച്ചിട്ടുള്ള ഒരു വടയാണ്. ചെമ്മീൻ പരിപ്പ് വട. ഇതിലേക്ക് ആവശ്യമുള്ള ചേരുവകളും ഉണ്ടാക്കുന്ന വിധവും എങ്ങനെയാണെന്ന് നോക്കാം. ചെമ്മീൻ 1/2 കിലോ ഉണ്ട്. ഉള്ളി, ചെറിയുള്ളിയാണിത്. ചെറിയുള്ളിയാണ് സ്വാദ് ഇതിലേക്ക്. പിന്നെ ആവശ്യത്തിന് ഇഞ്ചി, 1 കപ്പ് പരിപ്പ്. ഇത് 3 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്തി വെള്ളം വാറ്റി വയ്ക്കണം. ഇത് കുരുമുളക് പൊടി, വെളുത്തുള്ളി ഇത്രയ്ക്ക് ആവശ്യമില്ല, 2-3 മതി. ഇത് ഉപ്പ് ആവശ്യത്തിന്, പച്ചമുളക് ആവശ്യത്തിന്, കറിവേപ്പില, ഉള്ളി കുറച്ച് ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. വട അരച്ചതിന് ശേഷം അതിൻ്റെ മേലെ ഇതിട്ടിട്ട് കുഴക്കാനാണ്. അതിലേക്ക് കുറച്ച് വേപ്പിലയും അരിഞ്ഞ് ചേർക്കുന്നതാണ് ഇതിലേക്ക്. അടുത്തതായി ചെമ്മീൻ ഉപ്പും കുറച്ച് മഞ്ഞളും ഇട്ട് നമുക്ക് വേവിച്ചെടുക്കാം. ഇതിൻ്റെ ഒരു പച്ചമണം പോകുന്നതിന് വേണ്ടിയാണ്. ഇതിൽ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർക്കുന്നുണ്ട്. ഇനി പരിപ്പ് അരച്ചെടുക്കാം. ഇനി ഇത് കുറേശ്ശായിട്ട് നമുക്ക് അരച്ചെടുക്കാം. ഇത് അധികം അരയേണ്ട ആവശ്യമില്ല. നമ്മൾ പരിപ്പ് വടയൊക്കെ ഉണ്ടാക്കുന്ന പാകം മതി. കുറച്ച് കുരുമുളക് പൊടി, 1 സ്പൂൺ കുരുമുളക് പൊടി, ചെറിയുള്ളി അതിലിട്ട് കുറച്ച് നല്ല രുചി ഉണ്ടാകും. ഇതിൽ 2 ഉള്ളി ഇടുന്നുണ്ട്. കുറച്ച് വേപ്പില, ഇത് ഫ്രഷ് വേപ്പിലയാണ്, വീട്ടിലുണ്ടായതാണ്. ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇതിലേക്ക് ഞാൻ പച്ചമുളകും ഇഞ്ചിയും കൂടി ചതക്കുകയാണ്. ഈ ചതച്ച് വെച്ചത് പരിപ്പിൻ്റെ കൂടെ ഇട്ട് അരച്ചെടുക്കാം. പരിപ്പ് അരച്ചതാണ്. ഇതാണ് ഇതിൻ്റെ പാകം. ഈ ചെമ്മീൻ എടുക്കുന്ന പാകമായിട്ടുണ്ട്. ഇതൊന്ന് ഞാൻ കോരിയെടുത്ത് വെക്കട്ടെ. ഇഞ്ചി, പച്ചമുളക്, വേപ്പില, വെളുത്തുള്ളി ഇതെല്ലാം കൂടി അരച്ച് ചേർത്തതാണ്. ഇനി ഇതിലേക്ക് നമുക്ക് ചെമ്മീനും കൂടി അരച്ച് ചേർക്കാം. ഇതാണ് ചെമ്മീൻ അരച്ചത്. ഇത് ഇനി നമുക്ക് പരിപ്പിൻ്റെ കൂടെ ചേർക്കാം. ഇതിൻ്റെ കൂടെ കുറച്ച് വേപ്പില നമുക്കിങ്ങനെ മുറിച്ചിടാം കൈ കൊണ്ട്. നേരത്തെ അരഞ്ഞു വെച്ച ഉള്ളി, ചെറിയുള്ളി, 1/2 സ്പൂൺ കുരുമുളക് കൂടി ചേർക്കേണ്ടി വരും. കുറച്ച് ഉപ്പ്. ഇനി ഇത് കുഴച്ചെടുക്കാം. ഇത് വറുത്തെടുക്കാം. ആവശ്യമുള്ള വെളിച്ചെണ്ണ ഒഴിക്കുകയാണ് ചട്ടിയിലേക്ക്. കുറച്ച് വെള്ളം കയ്യിൽ തൊട്ടതിന് ശേഷം ഇത് ഇങ്ങനെ പരത്തി എടുക്കണം. ഈ ചെമ്മീനുള്ളത് കൊണ്ട് ഇതിന് കുറച്ച് വേവ് കൂടുതലാണ്. ഇതൊരു സൈഡായിട്ടുണ്ട്. ഇനി നമുക്കത് മറിച്ചിടാം. ഇത് പരിപ്പ് വടയുടെ ഭാഗമല്ല, ചെമ്മീൻ വേണം, കുറച്ച് സമയം എടുക്കുന്നുണ്ട്. ഇങ്ങനെ നല്ല മണം വരുന്നുണ്ട്. ചെമ്മീൻ്റെ, ഇഞ്ചി, വെളുത്തുള്ളിയുടെ ഒക്കെ നല്ല മണം വരുന്നു. ബാക്കിയുള്ള മാവ് കൊണ്ട് ഒന്നും കൂടി ഉണ്ടാക്കാം. ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് നമുക്കിത് കോരിയിടാം. ചെമ്മീൻ പരിപ്പ് വട ഇവിടെ റെഡിയായി. ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇനിയും നല്ല റെസിപ്പികൾക്കായി ഞങ്ങളുടെ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.